وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയങ്കരരായ ഖത്മുൽ ഖുർആൻ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 59-ാം അധ്യായം സൂറത്തുൽ ഹശ്ർ, അൽ ഹശ്ർ എന്ന അധ്യായത്തിലാണ്. തുരത്തിയോടിക്കൽ എന്നൊക്കെ അർത്ഥം നൽകപ്പെട്ടിട്ടുള്ള 59-ാമത്തെ അധ്യായത്തിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു സാലിഹായ അമലായി ഈ പഠനത്തെ നമ്മളേവരിൽ നിന്നും സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 24 വചനങ്ങളുള്ള അധ്യായം. പേജ് നമ്പർ നമ്മൾ 545 മുതൽ 48 ഉൾപ്പെടെയുള്ള ഭാഗത്താണ് വരുന്നത്. മുസബ്ബഹാത്തിൽപ്പെട്ട ഒരധ്യായമാണ്. മുസബ്ബഹാത്ത് എന്ന് പറഞ്ഞാൽ തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സബ്ബഹ ലില്ലാഹി എന്ന് തുടങ്ങുകയാണ് ഇവിടെ. സബ്ബഹ എന്ന് തുടങ്ങുന്ന അധ്യായങ്ങളുണ്ട്, യുസബ്ബിഹു എന്ന് തുടങ്ങുന്നവയുണ്ട്, സുബ്ഹാനയിൽ തുടങ്ങിയതുണ്ട്, സബ്ബിഹ് എന്ന് തുടങ്ങുന്നതിലുണ്ട്. അങ്ങനെ മുസബ്ബിഹാത്തായ സൂറത്തുകൾ കാണാൻ പറ്റും. അതിലൊന്നാണ് ഇത്. അതോടൊപ്പം ഈ സൂറത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, തുടങ്ങുന്നത് തസ്ബീഹിലാണ്, അവസാനവും തസ്ബീഹിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ എന്ന് കാണാൻ പറ്റും. അവസാന ഭാഗത്ത് തസ്ബീഹുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. 23-ാമത്തെ വചനത്തിൽ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിന് തൊട്ട് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് എന്ന്. സൂറത്തുൽ ഹശ്റിലെ വിഷയങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ബനുന്നദീറുമായി ബന്ധപ്പെട്ട, ജൂത സമൂഹത്തിലെ ബനുന്നദീറുമായി ബന്ധപ്പെട്ട അവരുമായി ഉള്ള സന്ധി, ആ സന്ധിയെ സംബന്ധിച്ചും സന്ധി ലംഘനത്തെ സംബന്ധിച്ചും അക്കാരണമായി അവരെ അവിടെ നിന്ന് തുരത്തി ഓടിച്ചതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വിശദമായ ഓരോ ആയത്തുകളിലൂടെയും കടന്നു പോകുമ്പോൾ ആ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവസാനമായി സൂറത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വതിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ എന്ന് 21-ാമത്തെ വചനത്തിൽ കാണാം. അങ്ങനെ ആ ഉദാഹരണങ്ങൾ നാം ജനങ്ങൾക്കു വേണ്ടി വിവരിക്കുകയാണ്, അവർ ചിന്തിക്കുവാൻ വേണ്ടി. അള്ളാഹു അങ്ങനെ ഒരുപാട് ഉപമകൾ വിശുദ്ധ ഖുർആനിലൂടെ പല വിധത്തിലുള്ള ഉപമകൾ നൽകുന്നു എന്ന്. അതിൻ്റെ തുടക്കം ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഈ ഖുർആനിനെ നാം ഒരു പർവ്വതത്തിന്മേൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അത് വിനീതമായി പോകുമെന്ന. പൊട്ടി തകരും എന്ന് പറഞ്ഞാൽ നാശവും തകർച്ചയല്ല ഉദ്ദേശിച്ചത്, അത് വിനീതമാകും എന്നാണ്. അത് വിനീതമാകും, ആ പർവ്വതം പോലും അതിന് കീഴൊതുങ്ങും. അള്ളാഹുവെ പറ്റിയുള്ള ഭയത്താൽ അത് പൊട്ടിപ്പിളരുകയും ചെയ്യുന്നത് നിനക്ക് കാണാമായിരുന്നു എന്ന്. ഗൗരവമുള്ള വിഷയങ്ങൾ, മനുഷ്യൻ്റെ ഇരുലോക ജീവിതത്തെ ബാധിക്കുന്ന നന്മകളും അതിനാധാരമാകേണ്ട കാര്യങ്ങളും
മനുഷ്യൻ ഇരുലോകത്തും അപകടം വരാനിടയുള്ള കാര്യങ്ങളും അതിനുള്ള കാരണങ്ങളും ഇതെല്ലാം വിശദീകരിച്ച് തരുന്ന ഗ്രന്ഥം. അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും അതിൻ്റെ ന്യായത്തെയും സംബന്ധിച്ച് വിവരിക്കുന്ന ഗ്രന്ഥം. വളരെ പ്രധാനമായ വിഷയങ്ങൾ ലളിതമായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഗഹനമായ വിഷയങ്ങൾ തന്നെയും അങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ മനുഷ്യരായ നമ്മളുടെ ഹൃദയത്തെ വിനീതമാക്കേണ്ടതുണ്ട്, നമ്മെ ഭക്തരാക്കി മാറ്റേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. അതിനുശേഷം ഈ അധ്യായത്തിൽ വരുന്ന ഭാഗം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നതിലേക്ക് നീങ്ങുന്ന ചില ആയത്തുകളാണ്. 22-ാമത്തെ വചനം മുതൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ ഏതാണ്ട് 15ഓളം നാമവിശേഷണങ്ങളെ ചേർത്ത് വച്ചിട്ടുണ്ട്. അസ്മാ ഉല്ലാഹിൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നല്ല നാമങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പഠിച്ചിട്ടുള്ള നാമവിശേഷണങ്ങളെ ചേർത്ത് വെക്കുന്ന പാരായണ തലത്തിലും ഏറെ ആസ്വാദ്യകരമായ ഭാഗമാണ്, വിഷയത്തിലും ഗൗരവമുള്ളതാണ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് അവിടെ പറയുന്ന നാമവിശേഷണങ്ങൾ. ആദ്യം അവൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ. അള്ളാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നതാണ്. ആരാധനക്കർഹനായി അള്ളാഹു മാത്രമേയുള്ളൂ എന്നാണ്. എന്നിട്ട് അവനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ആരാധനക്കർഹത നേടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് ഏകത്വത്തിലേക്ക്, അവൻ മാത്രം എന്നതിലേക്ക് വിരൽ ചൂണ്ടുക. ആലിമുൽ ഗൈബാണവൻ, വശഹാദ, ആലിമുൽ ഗൈബി വശഹാദ, അദൃശ്യവും ദൃശ്യവും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. ഗൈബ് അറിയുന്നവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്കാർക്കും ഗൈബ് അറിയില്ല, അദൃശ്യമായ കാര്യം അറിയില്ല. ദൃശ്യമായ കാര്യങ്ങൾ മാത്രം അറിയുന്നവരോട് ഇബാദത്തുകൾ, അവരെ ഇലാഹ് ആക്കുവാൻ ന്യായമില്ല. ഇലാഹാകുന്നത് ഗൈബും അറിയുന്നവനായിരിക്കണം. ദൃശ്യവും അദൃശ്യവും അറിയുന്ന ആലിമുൽ ഗൈബായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഹുവ, അവൻ അർ-റഹ്മാൻ അർ-റഹീം, കരുണാനിധിയാണ്, പരമകാരുണികനാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമായിരിക്കണം ഭരമേൽപ്പിക്കേണ്ടതും ഇബാദത്തുകൾ എല്ലാം നിർവഹിക്കേണ്ടതും എന്ന് ചുരുക്കം. വീണ്ടും പറഞ്ഞു ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു. അവൻ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. എന്നിട്ട് പറഞ്ഞു അൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. അൽ മലികുൽ ഖുദ്ദൂസ്, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ അസീസ്, അൽ ജബ്ബാർ, അൽ മുതകബ്ബിർ. 8 വിശേഷണങ്ങൾ ഇവിടെ തന്നെ വന്നു. രാജാധികാരമുള്ളവനാണവൻ, പരമപരിശുദ്ധനാണ്, ഖുദ്ദൂസാണ്, സമാധാനം നൽകുന്നവനാണ്, അഭയം നൽകുന്നവനാണ്, അതേപോലെ തന്നെ മേൽനോട്ടം നിർവഹിക്കുന്നവനാണ്, അസീസ്, ഇസ്സത്തുള്ളവനാണ്, ജബ്ബാർ, അടക്കി ഭരിക്കുന്നവനാണ്, മുതകബ്ബിർ, അഹങ്കാരത്തിനർഹനാണ് അവൻ, മഹത്വമുള്ളവനാണ് അവൻ. ഇങ്ങനെ വിശദീകരിക്കുകയാണ്. പ്രതാപിയും പരമാധികാരിയും മഹത്വമുള്ളവനുമായ മുതകബ്ബിർ എന്ന് പറഞ്ഞ പരമാധികാരിയാണ്.
എല്ലാം അടക്കി ഭരിക്കുന്ന ജബ്ബാറായ എല്ലാറ്റിൻ്റെയും നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രമേ ഇലാഹായി കാണേണ്ടതുള്ളൂ. ലാ ഇലാഹ ഇല്ലാ ഹുവ. വീണ്ടും പറഞ്ഞു ഹുവല്ലാഹു, അവൻ അല്ലാഹു, അൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, സ്രഷ്ടാവും നിർമ്മാതാവും രൂപം നൽകുന്നവനുമാണവൻ. സ്രഷ്ടാവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. നിർമ്മാതാവിന് മാത്രം, രൂപകൽപ്പന നൽകിയവന് മാത്രം, സൃഷ്ടിക്കുകയും അതിന് രൂപകൽപ്പന നടത്തുകയും ചെയ്യുന്ന ഏകനായ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അതെ, സർവ നല്ല നാമങ്ങളും അവനുള്ളതാണ്, അവൻ്റെതാണ്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവയെല്ലാം അവനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം, അവൻ അസീസാണ്, അവൻ ഹക്കീമാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ ശ്രദ്ധയുള്ളവരാവുക. വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വവും ഉന്നതമായ നിലപാടും ഉപമാരൂപത്തിൽ ചൂണ്ടിക്കാട്ടിയ വചനം നമ്മൾ നേരത്തെ വായിച്ചു. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ, അല്ലേ? മനുഷ്യൻ്റെ തൻ്റെടക്കുറവും അശ്രദ്ധയും കാരണമായി അതിന് അവൻ വേണ്ടത്ര വില കൽപ്പിക്കുന്നില്ല എന്നതാണ് വിഷയം. നമ്മൾ ഗൗരവമായ ഈ വിശുദ്ധ ഖുർആനിന് വേണ്ടത്ര ഗൗരവം, പവിത്രത, മഹത്വം, ആളമത്ത് കാണിക്കുന്നില്ല എന്നതാണ് വിഷയം. അവൻ്റെ മനസ്സിൽ അർഹിക്കുന്നത്ര ഗൗരവം വരുന്നില്ല. ഖുർആനിൻ്റെ പോരായ്മ കൊണ്ടല്ല അത്, മറിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നിടത്തും അതുമായി അങ്ങോട്ട് ബന്ധപ്പെടുന്നിടത്തുമുള്ള നമ്മുടെ പോരായ്മയാണ് എന്ന്. ഖുർആനുമായി എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം അതിൻ്റെ അസ്രാറുകളും അജായിബുകളും മനസ്സിലാക്കാൻ ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും സാധിക്കും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ എളുപ്പമാക്കി തന്നിരിക്കുന്നു നമുക്ക്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, ഉണ്ട്, ഞങ്ങളതിനെ ഉറ്റാലോചിക്കുവാനുണ്ടെന്ന് പറയാൻ. എന്നിട്ട് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് വായിക്കുവാനും പഠിക്കുവാനും നമുക്ക് കഴിയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും മാപ്പാക്കി അവൻ്റെ സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നവരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്ക് ഒരു വചനം പാരായണം ചെയ്യാം. തജ്വീദോടുകൂടെ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് നോക്കാം. 23-ാമത്തെ വചനം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു. അവിടെ നമ്മൾ നിർത്തുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്തതുപോലെ ഹുവ എന്ന സ്ഥലങ്ങളിൽ നിർത്തുമ്പോൾ നമ്മൾ ഹാഇൻ്റെ ശേഷമുള്ള വാവിന് ഫത്ഹയുള്ളത് ഒഴിവാക്കിയിട്ട് ഹൂ എന്നൊരു സാധാരണ ദീർഘം നൽകിയാണ് നിർത്തേണ്ടത്. ലാ ഇലാഹ ഇല്ലാഹു. ഹുവ് എന്ന് വേണ്ട, ഹുവ എന്ന് വേണ്ട, ഹൂ എന്ന് നിർത്താം. എന്നിട്ട് നമുക്ക് അൽ മലികുൽ ഖുദ്ദൂസ് എന്ന് തുടങ്ങാം. ചേർത്ത് വായിക്കുമ്പോൾ ഒന്നിച്ച് പാരായണം ചെയ്യാം. നമ്മളിപ്പോൾ പഠിക്കുകയായതുകൊണ്ട് നമ്മൾ അവിടെ അൽ മലികു മുതൽ എടുത്തോതാം, പിന്നീട് നമുക്ക് ഒന്നിച്ച് വായിക്കാം. ഓക്കെ. അൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ.
ഓക്കെ, മുഹൈമിനു എന്നതാണ് നമ്മൾ മുഹൈമിൻ എന്ന് നിർത്തിയത്. ഇനി എവിടുന്ന് എടുത്തോന്നു? തൊട്ട് മുമ്പ് അൽ മുഹൈമിൻ മുതലോതാം. അപ്പോൾ അൽ എന്ന് വായിക്കണം, അല്ലാതെ മുഹൈമിനു എന്ന് തുടങ്ങിയാൽ മതിയാവില്ല. അൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. ഓക്കെ, മുതകബ്ബിറു എന്നത് നിർത്തുമ്പോൾ റാഇന് സുക്കൂൻ കൊടുത്തു. മാത്രമല്ല, അങ്ങനെ സുക്കൂൻ കൊടുക്കുന്ന റാഇന് മുമ്പത്തെ അക്ഷരത്തിന് കെസ്റുണ്ട്. കെസ്റിന് ശേഷം റാക്ക് സുക്കൂൻ വരുമ്പോൾ ആ റാഇനെ നമ്മൾ ലൈറ്റാക്കണം. മുതകബ്ബിർ, അൽ മുതകബ്ബിർ എന്നല്ല, അൽ മുതകബ്ബിർ. ഇനി അവിടെ വരെ നമുക്ക് പോകാമോ എന്ന് പരിശോധിക്കാം ഒറ്റ ശ്വാസത്തിൽ തന്നെ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസ്. അവിടെ എത്തുമ്പോൾ നിർത്തും, ശ്വാസം മുറിഞ്ഞു. അസീസ്, അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. ഓക്കെ, ബാക്കി ഭാഗം. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ശരി, ഒന്നും കൂടെ എൻ്റെ കൂടെ ഒന്നിച്ച് നമുക്ക് പാരായണം ചെയ്യാം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. തൊട്ടടുത്ത വചനവും അതേപോലെ തന്നെ പാരായണം ചെയ്യാം, മുമ്പത്തെ വചനങ്ങളും. ഈ 4 വചനങ്ങൾ നമുക്ക് മനഃപ്പാടമാക്കാൻ എളുപ്പമുള്ള ഭാഗമാണ്. സൂറത്തുൽ ഹശ്ർ മുഴുവനായി മനഃപ്പാടമാക്കാൻ ശ്രമിക്കുക, കഴിയുന്നത്ര. ഇല്ലെങ്കിൽ ഈ അവസാന 4 ആയത്തുകളൊക്കെ മനഃപ്പാടമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഭാഗത്തുനിന്ന് പറയുന്നതിലോ ഒക്കെ വന്നു പോയേക്കാവുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ അഷ്റഫിൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.